ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ദിവസം സ്വിഗ്ഗിയിൽ ജോലി ചെയ്താൽ എത്ര രൂപ വരുമാനം കിട്ടുമെന്നാണ്. ഇത് എൻ്റെ റൂമിലെ അജിത്താണ്. ഞാനും അജിത്തും കൂടെയാണ് രാവിലെ വട്ടപ്പാറയിലുള്ള ഞങ്ങളുടെ റൂമിൽ നിന്നും സ്വിഗ്ഗി ഓടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം മരുതൂർ അടുപ്പിച്ച് ആയി. ഇത് മരുതൂറാണ് നിങ്ങൾ കാണുന്നത്. സ്വിഗ്ഗിയുടെ സോണ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം പരുത്തിപ്പാറ വരെ എത്തണം. പരുത്തിപ്പാറ എത്തിയാലേ നമുക്ക് സോൺ ഓപ്പൺ ആവും. ഞാൻ പരുത്തിപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ഇനി ചെയ്യണത് സ്വിഗ്ഗിയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതെ, സ്വിഗ്ഗിയുടെ ആപ്പിൽ എടുക്കുന്നു, ഷിഫ്റ്റ് ബുക്ക് ചെയ്യുന്നു. എൻ്റേത് ഇൻസെൻറ്റീവാണ്. 3 ഓർഡർ എടുത്താൽ 95 രൂപ ഇൻസെൻറ്റീവ്. അങ്ങനെയുള്ള പല ഓപ്ഷൻസാണ് സ്വിഗ്ഗി നമുക്ക് പലർക്കും നൽകുന്നത്. പലരുടെയും റേറ്റ് കാർഡ് പോലും പലതാണ്. അങ്ങനെ ഗൈസ്, സ്വിഗ്ഗി ഓണാക്കിയിരിക്കുകയാണ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സോണ്. ഈ സോണിൻ്റെ അകത്താണ് ഇവർ പറയുന്നത് നിങ്ങൾ വന്ന് ഓണാക്കുക. ഇതിനകത്ത് മാത്രമേ ഓർഡർ അടിക്കൂ എന്ന് പറയും. പക്ഷേ 15ഉം 20ഉം ഒക്കെയാണ് ഓർഡർ അടിക്കുന്നത്. അത് അവർക്ക് പോലും അറിയില്ല എവിടെയൊക്കെയാണ് പോകുന്നതെന്ന്. അങ്ങനെ കേസ് ഓണാക്കി ഓർഡർ അടിച്ചു. ആദ്യത്തെ ഓർഡർ തന്നെ അടിച്ചിരിക്കുകയാണ്. ഇതേ സ്ക്വയർ വൺ മേഡ് 6 കിലോമീറ്ററിന് കിട്ടുന്നത് 20 രൂപ, ടിപ്പ് ഒഴിച്ചാൽ 34 രൂപ ഗൈസ്. അതെ, സ്ക്വയർ വൺ മേഡിലേക്ക് പോകാം. നേരെ സ്ക്വയർ വൺ മേഡിലേക്ക്. അവിടെ പട്ടം എത്തുമ്പോഴാണ് സ്ക്വയർ വൺ മേഡ്. പട്ടം വരെ പോകണ്ട, അതിന് മുന്നേ ഗൈസ് ദേ ഇതാണ് സ്ക്വയർ വൺ മേഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വളരെ നല്ലൊരു കടയാണ്. അവിടെ നമ്മളുടെ സ്വിഗ്ഗിയുടെ കുറേ റൈഡേഴ്സ് അവിടെ നിന്ന് ഓർഡറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഇവിടെയാണ് നമുക്ക് ഓർഡർ ലഭിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് താഴെയാണ്, ബാക്കിയുള്ള ദിവസങ്ങളിലകത്താണ്. അപ്പോൾ ആദ്യത്തെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തു. 34 രൂപ. ടിപ്പ് കൂട്ടണ്ട, കാരണം ഈ 34 രൂപയ്ക്ക് ഗൈസ് 6 കിലോമീറ്റർ പോയതുപോലെ തിരിച്ചും വരണം. അടുത്ത ഓർഡർ അടിച്ചു. അടുത്ത ഓർഡർ ദിണ്ടുങ്കൽ തലപ്പാക്കട്ടിയിലേക്ക്. അവിടെ എത്തി ഗൈസ്. അതെ, അടുത്ത ഓർഡർ കൂടി കൊടുത്തിരിക്കുകയാണ്. ഡെലിവറി കംപ്ലീറ്റ്. ഏണിങ്സ് 1 മണിക്കൂർ 47 മിനിറ്റ് 109 രൂപ. അടുത്ത ഉച്ചയായി, ഇനി ചോറ് കഴിക്കാം. ചോറ് കഴിച്ചിട്ടാവാൻ ബാക്കി. ഇതിനിടയ്ക്ക് 2 ഓർഡർ കൂടി അടിച്ചു. അതെ, ഓർഡറില്ലാത്ത നീണ്ട കാത്തിരിപ്പ്. മണിക്കൂറുകളോളം ഓർഡറേ ഇല്ല. വെയിലും കൊണ്ട് കാത്തിരിക്കുകയാണ് ഗൈസ്. ഓർഡർ എന്ന് പറയുന്ന സാധനമേ ഇല്ല. ആകെ 4 ഓർഡറായി. 4 മണിക്കൂറുമായിട്ടുണ്ട് ഏകദേശം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതേ നോക്കിയോ, 3 മണിക്കൂറും 52 മിനിറ്റും 4 ഓർഡറാണ് ഗൈസ്. മണിക്കൂറിൽ 2 ഓർഡർ, 1 ഓർഡർ വീതം. 2 1 ഓർഡർ 190 രൂപ. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് 130 രൂപ. അതിനിടയ്ക്ക് നമ്മുടെ സുഹൃത്തായ സുമ ചേച്ചിയെ കണ്ടു. സുമ ചേച്ചിയാണ് ഇത്. തിരുവനന്തപുരം സിറ്റിയിലെ പല സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു ധീരവനിതയാണ് നമ്മുടെ സുമ ചേച്ചി. സുമ ചേച്ചി സൊമാറ്റോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ചേച്ചിമാരുണ്ട് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ. ഇപ്പം തന്നെ ഏകദേശം വൈകിട്ട് 4 മണിയായി. സ്കൂളുകളൊക്കെ വിട്ട് ട്രാഫിക് ബ്ലോക്ക് ആയി. അത്യാവശ്യം നല്ല തിരക്കാണ് വൈകുന്നേരം 4 മണിക്ക് ശേഷം. പിന്നെ ഓർഡർക്ക് വളരെ ശോകമാണ്. അപ്പോഴത്തേക്കും ഏകദേശം 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സുപ്രീം അപ്പർ കാസ്റ്റ് ഓർഡർ അടിച്ചു. സുപ്രീം ബേക്കറി കുറവങ്കോണം. നല്ല ഡിലേ ആയിരുന്നു, ഏകദേശം നല്ല ഡിലേ. നമ്മുടെ ഗെയ്സൊക്കെ അവിടെ വരുന്നുണ്ട്. നമ്മുടെ സ്വിഗ്ഗി റൈഡേഴ്സൊക്കെ ഒരുപാട് സ്വിഗ്ഗിക്ക് ഏകദേശം നല്ല ഓർഡർ കിട്ടുന്ന ഒരു സ്ഥലമാണ് സുപ്രീം ബേക്കറി. ഇതേ വെയിറ്റിംഗ് ടൈം 23 മിനിറ്റായി. ഇതുവരെയായിട്ടും കിട്ടിയില്ല. കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലെത്തി 23 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഓർഡർ കൊടുത്തപ്പം എത്ര രൂപ കിട്ടി നോക്കാം. ഇനി എൻ്റെ ഏണിങ്സ് നോക്കാം. ഇന്നത്തെ നിങ്ങൾ കണ്ട് ഞെട്ടരുത്. 33 രൂപയാണ് വെയിറ്റിംഗ് ടൈം ഉൾപ്പെടെ കിട്ടിയത് ഗൈസ്. 8 മണിക്കൂറും 15 മിനിറ്റും 9 മണിക്കൂറും 50 മിനിറ്റും 526 രൂപ. ഇത്രയും സമയം ഓടിയതാണ്. ഉച്ചയ്ക്ക് 11:15 ആയപ്പോഴത്തേക്ക് ഏകദേശം ഓണാക്കിയതാണ്. അടുത്ത റെസ്റ്റോറൻറ്റിലെത്തി. അടുത്ത റെസ്റ്റോറൻറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിലെ അവസാന ഓർഡർ ഏകദേശം 10 മണിയോടെ ആയി ഈ ഓർഡറൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്കും. പാരഗൺ റെസ്റ്റോറൻറ്റിലെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഓർഡറൊക്കെ വാങ്ങി കസ്റ്റമറിൻ്റെ ലൊക്കേഷനിലെത്തി. കസ്റ്റമർ ലൊക്കേഷനിൽ അവസാന ഡെലിവറി കൊടുത്തു. ഇനി തിരിച്ച് എത്ര രൂപയായി നോക്കാം. 25 രൂപയാണ് ആ ഓർഡറിനും കിട്ടിയത്. ആകെ
ഇന്നത്തെ അവസ്ഥ വളരെ ശോകമായിരുന്നു. ഇന്നത്തെ എന്നല്ല, എല്ലാ ദിവസത്തെയും മിക്കപ്പോഴത്തെ അവസ്ഥ ഇതാണ്. 10 മണിക്കൂർ 39 മിനിറ്റ് 551 രൂപ ഗൈസ്. തിരിച്ച് വീട്ടിലേക്ക് യാത്ര. 11 മണിക്ക് ഇറങ്ങിയതാണ്. 551 രൂപ. 130 രൂപയുടെ ചോറ്, 50 രൂപയ്ക്ക് 2 വട്ടമായിട്ട് ചായയൊക്കെ കുടിച്ച്. അപ്പം തന്നെ അറിയാമല്ലോ. പിന്നെ പെട്രോൾ 10 മണിക്കൂറും 51 മിനിറ്റും 551 രൂപ. പിന്നെ ഇൻസെൻറ്റീവായിട്ട് എനിക്കൊരു 245 രൂപ കയറും. അതെ, ഓഫ്ലൈൻ കൊടുത്തിരിക്കുകയാണ്. ഡ്യൂട്ടി സ്റ്റോപ്പ്ഡ് വാസ് ഔട്ട് ഓഫ് സോൺ. ഇനി നാളെ കാണാമെന്ന് പറഞ്ഞു. അത് ഉച്ചയ്ക്ക് 95, പിന്നെ ഒരു 55, പിന്നെ ഒരു 95, അങ്ങനെ 3 ഇൻസെൻറ്റീവാണ് എനിക്ക് കയറുന്നത്. ടോട്ടലി ഏകദേശം 796 രൂപ. 245 കൂടി കിട്ടുമ്പോഴത്തേക്ക് 10 മണിക്കൂറും 56 മിനിറ്റിനും കിട്ടിയ എൻ്റെ ഒരു ദിവസത്തെ വരുമാനമാണ് 796. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇന്ന് രാവിലെ 10 മണിക്കൂർ 51 മിനിറ്റ് ഓടിയതിൻ്റെ ഇത് പേയ്മെൻറ്റാണ് എനിക്ക് വന്നിരിക്കുന്നത്. 796 രൂപ. ഞാൻ ആകെ ഓടിയ കിലോമീറ്റർ 7,754 7,789 125 കിലോമീറ്റർ. ഒരു ദിവസം കിട്ടിയ വരുമാനം 796. ഇനി നിങ്ങൾ പറയൂ ഗൈസ്, സ്വിഗ്ഗി ലാഭമോ നഷ്ടമോ? വീഡിയോ ഇഷ്ടം